ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചാറ്റൽ മഴയല്ല, ഒരു വലിയ മഴ വരാൻ പോവുകയാണ്. ആ മഴയോടെയാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഒരു ബാമ്പുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു കടയിൽ പോയി നമുക്കെന്തോ പച്ചക്കറി മേടിക്കാൻ എന്തോ ആണ് പോയത്. പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഇപ്പുറത്തെ ഒരു സൈഡിൽ ഓപ്പോസിറ്റായിട്ടൊരു കടയുണ്ട്. ആ കടയിലാണെങ്കിൽ ബാമ്പു വിൽക്കുന്നത് എന്ന് വെച്ചാൽ ഈ ലക്കി ബാമ്പു കണ്ടോ, ഇതാണ് ഇവിടുത്തെ ലക്കി ബാമ്പു. ആ ലക്കി ബാമ്പു വിൽക്കണമുണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന് വില ചോദിച്ചപ്പോഴത്തേക്ക് പറയുവാണ് 350 രൂപ 11 കെട്ടിന്. സംഭവം എനിക്ക് കണ്ട് നീ തലക്ക് എന്തോ പോലെ ആയിപ്പോയി. 350 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മേടിക്കണമെന്ന് എനിക്ക് ഡൗട്ടായിപ്പോയി. കാരണം ഈ സാധനമാണെങ്കിൽ എവിടെ കൊണ്ടിട്ടാലും വെളുത്തുന്ന ഒരു സാധനമാണ് ഈ ബാമ്പു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിൽ ഇത് വെട്ടിയിട്ട് വേസ്റ്റ് കൊണ്ട് അവിടെ ഇട്ടതാണ്. ഇപ്പം അത് കിളുത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എടുത്ത് നടാൻ പറ്റും. അപ്പോൾ എന്താണ് ഇത്രയും വിലയുടെ കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറയുവാണ് ഇത് ചൈനീസ് ബാമ്പു ആണെന്ന്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ബാമ്പു ആണെന്നൊക്കെ പറയുന്നത്. എന്തൊക്കെയാണല്ലേ, ഇതും ചൈനീസ് ബാമ്പു ആണ് ഗൈസ്. അച്ചിച്ച എവിടെയോ പോയപ്പോഴത്തേക്ക് ഏനാദി വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് തന്നു. അത് ആദ്യം ഇവിടെയാണ് വെച്ചത്. അപ്പോൾ ഇവിടെ വെച്ചപ്പോഴത്തേക്ക് ഇത് കിളുത്ത് നല്ല പൊക്കം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് പൂത്തൊരു ദിവസം പൂത്തപ്പോഴത്തേക്കാണെങ്കിൽ ഇത് നല്ല സ്മെല്ല് കിട്ടും. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ പിന്നെ സ്പ്രേ ഒക്കെ അടിക്കില്ല, അതിൻ്റെ മണമാണ്. ഇത് പൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. 1-2 ആഴ്ചത്തോളം ഇതിൻ്റെ പൂ നിൽക്കും. ഒരു വെള്ള കളറിലുള്ളൊരു പൂവാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല മണമാണ്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വെട്ടിക്കളഞ്ഞ്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതങ്ങ് ഒരു സുഖമായിട്ട് വളരുന്നില്ല. പിന്നെ അത് ഇവിടെ വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം അത് ഇത്രയും വളർന്നിട്ടുണ്ട്. 2019 എന്തോ പൂത്തയാണ്. ഇപ്പം കുറേ ആയിട്ട് പൂക്കുന്നില്ല. അപ്പോൾ ഈ ലക്കി ബാമ്പു ഞാനിപ്പോൾ കുറേ ആയിട്ട് എല്ലാ വീടുകളിലും അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലാണെങ്കിലും ഇപ്പം ലക്കി ബാമ്പു കുറേ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ കേട്ടം തരാമോ അമ്മ? ഈ ലക്കി ബാമ്പു ഞങ്ങൾ കണ്ടത് എങ്ങനെയാണെന്ന് പറയുമോ? മഴ ശക്തമാവുന്നു. ഇത്രയൊരു ഈ കെട്ടിലാണ് ഞങ്ങൾ ലക്കി ബാമ്പു കണ്ടത്. കണ്ടോ, ഈ ഒരു നീട്ടത്തിൽ. ഇത് നമുക്ക് ഏത് വശം വേണേലും വെക്കാം. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളുത്ത് വരും. അപ്പം ഞാൻ കുത്തനെ കാണിച്ചു തരാം. ഈ ലക്കി ബാമ്പുവിന് പിന്നെ വേറെ കുറച്ച് പ്രത്യേകതകളും കൂടിയുണ്ട്. എന്നാന്ന് വെച്ചാൽ ലക്കി ബാമ്പു 2 എണ്ണം വെച്ചാൽ എന്താ പറയണേ, നമുക്ക് സ്നേഹവും പിന്നെ ഒരു സ്നേഹം ഉള്ളൊരു ജീവിതമായിരിക്കും. സ്നേഹവും സമ്പത്തൊക്കെ ഉള്ള ടൈപ്പ് ഒരു ജീവിതമായിരിക്കും. അപ്പോൾ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. 10ഉം 11ഒന്നും കൂട്ടണ്ട. 8 ഉണ്ട്, 9 ഉണ്ട്. ഇതിൽ ഏറ്റവും നല്ല 8ഉം 9ഉം വെക്കുന്നതാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിലും നിങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും. എന്നോട് ചോദിച്ചിട്ട് മനസ്സിലാവില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. 8ഉം 9ഉം വെക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് 11ൻ്റെ കെട്ടോ അങ്ങനെ എന്തോ ആണ് സംഭവം. ഇപ്പോൾ അത് ഇത്രയും നല്ല തിക്നെസ്സിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇത് 11 കെട്ട് വെക്കാം, പിന്നെ 21 കെട്ട് വെക്കാം. അങ്ങനെ കുറേ വെക്കാൻ പറ്റും. 9 അങ്ങനെ കുറേ വെക്കാം. ഇതിനോരോ അളവുണ്ട്, ആ അളവിന് വേണം വെക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ലത് 8ഉം 9ഉം വെക്കണതാണെന്ന് പറയുന്നെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിലൊന്ന് കുത്തി കാണിച്ചു തരാം ഗൈസ്. കൊട ഇതുണ്ടോ, ഞാനിപ്പോൾ 8 എണ്ണമാണ് വെക്കണത്. 1 2 3 4 5 6 7 8 പിടിച്ചു. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുത്തി കൊടുക്കാം. ഇത് ചുമ്മാ കുത്തിയാൽ മതി, കുത്തണമെന്ന് തന്നെ ഇല്ല. ഇത് തന്നെ മുളച്ച് വരില്ലേ. ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ മുളയും വന്ന് 2 ആഴ്ച ആകുമ്പോൾ ഇത് ഇലയും. അയ്യോ, ശക്തമായ മഴയാണിവിടെ. ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ ഇലയും വരും. ഒരാഴ്ചക്കുള്ളിൽ ഇതിൽ മുളയും വരും. 2ാമത്തെ ആഴ്ച ആകുമ്പോൾ ഇതിൽ ഇലയും വന്ന് നല്ല വലിപ്പം ഉണ്ടാവും. എന്ത് മഴയോ, ഞാൻ പറഞ്ഞു, നല്ല മഴയാട്ടെ ഇവിടെ. ചാറ്റൽ മഴയല്ല, ഭയങ്കര മഴ. അപ്പം ഇങ്ങനെയാണ് ഈ സംഭവം വെക്കേണ്ടത്. നിങ്ങൾക്ക് എവിടെ കുടയിലൊക്കെ വെള്ളം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിന് വേണ്ടി ഭയങ്കര വിലയാക്കി ഈ സംഭവത്തിന്. ചിലയിടത്ത് ഇവിടെ ഭയങ്കര ശക്തമായ മഴയാണ്. ഞാൻ ഇനി അടുത്ത ദിവസം വല്ല വീഡിയോ എടുക്കുമ്പോൾ അതിനൊക്കെ കാണിച്ചു തരും. ഇത് മുളച്ചതും അതിൻ്റെ വേറെ സംഭവം കുറേ ഉണ്ട്. അപ്പോൾ ഈ മൈക്ക് ഇടക്ക് കട്ടാവുന്നുണ്ട്. എന്നാ വെച്ചാൽ ഈ മഴ പെയ്യുന്ന കാരണം ഭയങ്കരമായിട്ട് കട്ടായി പോകുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമുക്കിനി അകത്തേട്ട് കയറണം, ബെല്ലേക്കിന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ബൈ.